PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നോക്കുക, ഇതാണ് 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ, ഭൂമിയിലെ ജലം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ഭൂമിയിലെ ജലം. അപ്പോൾ ആദ്യം തന്നെ മാർച്ച് 22 ലോക ജലദിനം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ലോക ജലദിനം എന്നാണ്? മാർച്ച് 22-നാണ്. അത് ആദ്യം പഠിച്ചു വച്ചേക്കാം. ഇനി നമ്മൾ പഠിക്കാനായിട്ടുള്ളത് ആദ്യം തന്നെ ജീവജലം. ഓക്കെ, സൗരയൂഥത്തിലെ ജീവഗ്രഹമാണ് ഭൂമി. സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയാണ്. ജീവൻ ആദ്യമായി ഉണ്ടായത് ജലത്തിലാണ് എന്ന് കരുതപ്പെടുന്നു. ജലം ഏതെല്ലാം അവസ്ഥകളിൽ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. ഭൂമിക്ക് ജലഗ്രഹം എന്നും പേരുണ്ട്. അപ്പം ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. സൗരയൂഥത്തിലെ ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമി തന്നെയാണ്. ഭൂമിയുടെ വിസ്തൃതിയുടെ 1/4 പങ്കും ജലമായതിനാൽ അതുകൊണ്ടാണ് എന്ത് വിശേഷിപ്പിക്കുന്നത്? ജലഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉപരിതലത്തിൻ്റെ ഏതാണ്ട് 71% ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഒരു നീലഗോളമായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ചിത്രത്തിൽ നീല നിറത്തിൽ കാണുന്നതെല്ലാം എന്താണ്? സമുദ്രങ്ങളാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ഇത് ഇവിടെ ഒരു കോളം കൊടുത്തിരിക്കുന്നത് നോക്കാം. ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് മൂലമാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഈ സവിശേഷത കൊണ്ടാണ് മഞ്ഞുമൂടിയ ജലാശയങ്ങളിൽ മഞ്ഞുപാളികൾക്കിടയിൽ ജലം കാണപ്പെടുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ശൈത്യമേഖലകളിലെ ജലാശയങ്ങൾ മുഴുവൻ തണുത്തുറയുകയും ജലജീവികളെല്ലാം ചത്തൊടുങ്ങുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ജലം തണുത്തുറയുന്ന സമയത്ത് സാന്ദ്രത കുറയുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു? മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഈ സവിശേഷത കൊണ്ടാണ് മഞ്ഞുമൂടിയ ജലാശയങ്ങളിൽ എന്ത് ചെയ്യുന്നത്? മഞ്ഞുപാളികൾക്കിടയിൽ ജലം കാണപ്പെടാനായിട്ട് കാരണം. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഭൂമിയിൽ ജലത്തിൻ്റെ അളവാണ്. ഇതെവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ശുദ്ധജലം 0.33% ആണ്. അപ്രാപ്യമായ ശുദ്ധജലം 2.67%. ലവണജലമാണ് 97% വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു സമുദ്രങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 97% എന്താണ്? ലവണജലമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവും നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ശുദ്ധജലമാണ്. അപ്പോൾ അപ്രാപ്യമായിട്ടുള്ള ശുദ്ധജലം 2.67% ഉണ്ടെന്ന് പറഞ്ഞു. ഈ അപ്രാപ്യമായിട്ടുള്ള ശുദ്ധജലം എന്ന് പറയുന്നത് എന്താണ്? ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞു കിടക്കുന്നതും മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവുമാണ് അപ്രാപ്യമായിട്ടുള്ള ശുദ്ധജലം എന്ന് പറയുന്നത്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ജലം ഏതാണ്? ലവണജലമാണ്. 97% അല്ലേ? അപ്പോൾ എത്ര ശതമാനമാണ് നമുക്ക് ശുദ്ധജലമായിട്ടുള്ളത്? 0.33% മാത്രമാണ്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ജലപരിവൃത്തി. ജലപരിവൃത്തി അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക എങ്ങനെയാണ് ഈ സൈക്കിൾ പോകുന്നത് എന്നുള്ളത് നോക്കുക. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവയൊക്കെയാണ് ഭൂമിയുടെ ഉപരിതല ജലസ്രോതസ്സുകൾ.
ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്തായിരിക്കും ഇവയിലെ ജലനിരപ്പ്. കിണർ, കുളം, കുഴൽക്കിണർ തുടങ്ങിയവ ഭൂഗർഭ ജലസ്രോതസ്സുകളാണ്. അപ്പോൾ എന്താണ് ഉപരിതല ജലസ്രോതസ്, എന്താണ് ഭൂഗർഭ ജലസ്രോതസ്സുകൾ? അപ്പോൾ ജലസ്രോതസ്സുകളെ തന്നെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഉപരിതല ജലസ്രോതസ് എന്നും ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നും. ഉപരിതല ജലസ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഉപരിതല ജലസ്രോതസ്സുകൾ. അതായത് എക്സാമ്പിൾ സമുദ്രം, നദി, തടാകം, കായലുകൾ, ഇതൊക്കെയാണ് ഉപരിതല ജലസ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ. ഭൂഗർഭജലം എന്ന് പറയുമ്പോൾ എന്താണ്? കിണർ, കുളം, കുഴൽക്കിണർ തുടങ്ങിയവയായിരിക്കും. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഭൂഗർഭജല സ്രോതസ്സുകളാണ്. അടുത്തത് മണ്ണിനടിയിലെ ജലം. മഴയാണ് മണ്ണിലേക്ക് വെള്ളം എത്തിക്കുന്നത്. മഴത്തുള്ളികൾ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് കിനിങ്ങിറങ്ങുകയും അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരിതാവസ്ഥ എന്ന് പറയുന്നത്, പോറോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മണ്ണിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. ഇങ്ങനെ സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരിതാവസ്ഥ അല്ലെങ്കിൽ പോറോസിറ്റി എന്ന് പറയുന്നത്. കളിമണ്ണ് സുഷിരതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ പോറോസിറ്റി ഉള്ള ഒരു പദാർത്ഥത്തിന് ഉദാഹരണമാണ് എന്ത്? കളിമണ്ണ്. കളിമണ്ണാണ് പോറോസിറ്റി ഉള്ള പദാർത്ഥത്തിന് ഉദാഹരണം, സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണം. സാധാരണ ഈ സുഷിരങ്ങളിൽ വായു നിറഞ്ഞിരിക്കും. മഴയിലൂടെയോ മറ്റോ ഈർപ്പം എത്തുന്നതോടുകൂടി ഈ സുഷിരങ്ങളിൽ ജലം നിറയും. മണ്ണിൽ മാത്രമല്ല ചിലയിനം ശിലകളിലും എന്തുണ്ട്? സുഷിരിതാവസ്ഥ, പോറോസിറ്റി കൂടുതലായിരിക്കും. അത്തരം ശിലകളിൽ ഏറെ ജലം സംഭരിക്കപ്പെടും. എന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന തരം ശിലകളുടെ ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുക. സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയാത്തത് കൊണ്ടാണിത്. ശിലകളുടെ ഈ ഗുണവിശേഷത്തെയാണ് പ്രവേശനീയത എന്ന് പറയുന്നത്. ഓക്കെ, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് എന്താണ് പെർമിയബിലിറ്റി? ശിലകളിൽ പോറോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ശിലകളിൽ എന്താണ്? ജലം ധാരാളമായിട്ട് സംഭരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സുഷിരങ്ങൾ എങ്ങനെയാണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ശിലകൾ, അങ്ങനെയുള്ള ശിലകളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുക. അപ്പോൾ സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്ന ഈ ഒരു സവിശേഷതയാണ് പ്രവേശനീയത എന്ന് പറയുന്നത്. ഓക്കെ, സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്ന ഗുണവിശേഷത്തെയാണ് പ്രവേശനീയത അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാ സുഷിര പദാർത്ഥങ്ങളിലും പ്രവേശനീയത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് കളിമണ്ണ് സുഷിരതാവസ്ഥ ഏറെ ഉണ്ടെങ്കിലും പ്രവേശനീയത തീരെ കുറവാണ്. അപ്പോൾ സുഷിരങ്ങളിലൂടെ ജലം കടന്നു പോകുന്നതാണ് പ്രവേശനീയത, പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു. പക്ഷേ കളിമണ്ണിന് എന്താണ്? പോറോസിറ്റി കൂടുതലാണ്. പക്ഷെ എന്ന് കരുതി പ്രവേശനീയത, പെർമിയബിലിറ്റി എന്ന് പറയുന്ന കളിമണ്ണിന് എങ്ങനെയാണ്? തീരെ കുറവാണ് എന്നാണ് പറയുന്നത്. അത് ജലത്തെ ഉള്ളിലോട്ട് കടത്തിവിടില്ല എന്നർത്ഥം. ഓക്കെ, ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മഴയില്ലാത്ത കാലങ്ങളിലേക്ക് സംഭരിച്ചു വെക്കാനുള്ള സംവിധാനം പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴവെള്ളം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള അവസരം നാം തടസ്സപ്പെടുത്തിയാൽ വേനൽക്കാലത്ത് ജല ദൗർലഭ്യമായിരിക്കും ഫലം. ഇവിടെ അക്യൂഫറുകൾ എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. അതിന് മുന്നേ ഇവിടെ ഒരു കോളം നമ്മൾ വായിക്കാനായിട്ട് വിട്ടുപോയി. പലയിടങ്ങളിലും ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട്. ഇത്തരം നീരൊഴുക്കുകളാണ് ചൂടുനീരുറവകൾ. ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ഇവ ധാരാളം കാണാം. മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് മരുപ്പച്ചകൾ. മരുപ്പച്ചകൾ എന്ന് വെച്ചാൽ എന്താണ്? മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് മരുപ്പച്ചകൾ. മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ചാണ് മരുഭൂമികളിലെ ചെറുജനവാസ കേന്ദ്രങ്ങൾ നിലവിലുള്ളത്. ഓക്കെ, ഇനി അക്യൂഫറുകൾ എന്താണെന്നുള്ളത് നോക്കാം. മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളാണ് അക്യൂഫറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം എവിടെ? മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കളിലും സംഭരിക്കപ്പെടുന്നുണ്ട്. ഇതിനെയാണ് അക്യൂഫറുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, കിണർ നിർമ്മാണത്തിനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ കുഴിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആഴം കൂടുന്തോറും പൊതുവെ മണ്ണിൻ്റെ നനവ് എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ശിലകളിലെ സുഷിരങ്ങളിൽ നിന്നും നിറഞ്ഞിരിക്കുന്ന ജലം കിനിഞ്ഞിറങ്ങി കുഴിയിൽ നിറയുന്നു. എല്ലാ സുഷിരങ്ങളിലും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമായതിനാലാണ് ഈ ജലസമൃദ്ധി. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പിനെയാണ് ജലപീഠം എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്നറിയപ്പെടുന്നത്. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് എന്ത്? ഭൂഗർഭ ജലം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കിണറുകൾ പലവിധം. നോക്കുക,
നമ്മുടെ നാട്ടിൽ കിണറുകൾ സർവ്വസാധാരണമാണ് അല്ലെ. ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് എന്ന് നമുക്കറിയാം. അപ്പോൾ കിണറുകളെ തന്നെ പലതരത്തിലുള്ള കിണറുകളുണ്ട് നോക്കാം. ജലപീഠം ഏതേ താഴ്ചയിലാണെങ്കിൽ കിണർ കുഴിക്കുക എളുപ്പമല്ല. അത്തരം സന്ദർഭങ്ങളിൽ കുഴൽ കിണറാണ് അഭികാമ്യം. ഭൂമിക്കടിയിലേക്ക് യന്ത്രസഹായത്തോടെ പാറ തുരന്നാണ് കുഴൽ കിണർ സ്ഥാപിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തേത് കുഴൽ കിണറാണ്. നമ്മൾ പറഞ്ഞു യന്ത്രസഹായത്തോടു കൂടി ഭൂമിക്കടിയിലേക്ക് പാറ തുരന്ന് കുഴിക്കുന്നതാണ് കുഴൽ കിണർ എന്ന് പറയുന്നത്, ട്യൂബ് വെൽ എന്ന് പറയുന്നത്. അടുത്തത് അരിപ്പക്കിണറുകൾ. അരിപ്പക്കിണറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കിണറുകളാണ് അരിപ്പക്കിണറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ കുഴിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പക്കിണറുകൾ, ഫിൽട്ടർ പോയിന്റ് വെൽസ് എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടീഷ്യൻ കിണറുകൾ. ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവേശനീയത, അതായത് പെർമിയബിലിറ്റി തീരെയില്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായിട്ട് പെർമിയബിലിറ്റി ഏറെയുള്ള ഒരു ശിലാപാളി ഉണ്ടെന്നിരിക്കട്ടെ. ഈ ശിലാപാളിയിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് ഉപരിതലത്തിലെത്തും. അത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ആർട്ടീഷ്യൻ കിണറുകൾ വരുന്നത് എങ്ങനെയാണ് നോക്കുക. ഫ്രാൻസിലെ ആർട്ടോയ്സ് എന്ന സ്ഥലത്താണ് ജലം സമ്മർദ്ദത്താൽ ഉയർന്ന് ഉപരിതലത്തിൽ എത്തുന്ന തരം കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായത്. അതേ തുടർന്ന് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന ഇത്തരം കിണറുകൾ ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഫ്രാൻസിലെ ആർട്ടോയ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ആദ്യമായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത്. എന്താണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത്? പെർമിയബിലിറ്റി തീരെയില്ലാത്ത രണ്ട് ശിലാപാളികളുണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ട് പെർമിയബിലിറ്റി കൂടിയുള്ള ശിലാപാളി ഉണ്ടെങ്കിൽ ഈ ശിലാപാളിയിലോട്ട് കുഴിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അതിലുള്ള സമ്മർദ്ദം കൊണ്ട് ജലം ഉയർന്ന് ഉപരിതലത്തിലോട്ട് എത്തും. അത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത്. പ്രവേശനീയതയുള്ള ശിലാപാളിയിലേക്ക് എവിടെയോ ഒരു ഭാഗത്ത് വെള്ളത്തിന് പ്രവേശിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ ജലലഭ്യത. അടുത്തത് നീരുറവ അല്ലെങ്കിൽ സ്പ്രിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് പറമ്പുകളിലും കുന്നിൻ ചെരുവുകളിലുമൊക്കെ ഉറവകൾ രൂപം കൊള്ളുന്നത് കണ്ടിട്ടില്ലേ? ചില സ്ഥലങ്ങളിൽ ഇത് സ്ഥിരമായി ഉണ്ടാവും, മറ്റിടങ്ങളിൽ അവ മഴക്കാലം കഴിയുന്നതോടുകൂടി വറ്റിപ്പോകും. അപ്പോൾ ജലപീഠം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകും. ഇതിനെയാണ് നീരുറവ എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കും. ഇതിനെ ചൂടു നീരുറവ എന്നും പറയുന്നു. അപ്പോൾ എന്താണ് നീരുറവ? ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകും. അതിനെയാണ് നീരുറവ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് ഗീസറുകൾ. ഗീസറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്കുള്ളിൽ നിന്നും ഒരു നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയുടെ ഉള്ളിൽ നിന്നും നിശ്ചിത ഇടവേളകൾ വിട്ട് ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് ഗീസറുകൾ എന്ന് പറയുന്നത്. അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. ഇനി തണ്ണീർത്തടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. എന്താണ് തണ്ണീർത്തടങ്ങൾ? ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. അതായത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വയലുകൾ, കുളങ്ങൾ, ചതുപ്പുനിലങ്ങൾ, ഇതെല്ലാം എന്താണ്? താഴ്ന്ന പ്രദേശങ്ങൾ. ഇവിടെയെല്ലാം ഉപരിതല ജലം സംഭരിക്കപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം തണ്ണീർത്തടങ്ങൾ എന്നാണ് പറയുന്നത്. ഇവിടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭജലമാകുന്നത്. ഓക്കെ, ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ്. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളായിട്ടുള്ള തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് താഴെ സൂചിപ്പിക്കുന്ന തരത്തിൽ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിതെളിയിക്കും. അപ്പോൾ തണ്ണീർത്തടങ്ങൾ നികത്തിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു, ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് പഠിച്ചു വെക്കുക. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഇനി ജലത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമുക്കറിയാം ജലം എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം. തുള്ളി കുടിപ്പാനില്ലത്രേ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നോക്കുക, ഭൂമിയിൽ ശുദ്ധജലം തീരെ കുറവാണ്, നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ലഭ്യമായ ശുദ്ധജല സ്രോതസ്സുകൾ പോലും പലയിടത്തും ഇന്ന് എങ്ങനെയാണ്? വറ്റി വരണ്ട് തുടങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ അളവ് സ്ഥിരമാണ് അല്ലേ? ഭൂമിയിൽ ടോട്ടൽ എത്ര ജലമുണ്ടോ അത് സ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആളോഹരി ജലലഭ്യത കുറയുകയാണ് ചെയ്യുക. ജലത്തിൻ്റെ ഉപഭോഗം വർദ്ധിച്ചതും ജലലഭ്യതയെ എന്ത് ചെയ്യാറുണ്ട്? ബാധിക്കാറുണ്ട്. ഇനി വെള്ളത്തിനും ATM നോക്കുക.
കർണാടകത്തിലെ കനകപുരിയിലാണ് വെള്ളത്തിന് എന്ത് ഏർപ്പെടുത്തിയത്? ATM ഏർപ്പെടുത്തിയത്. ഓക്കെ, വരൾച്ചയെ തുടർന്ന് ഭൂഗർഭജല ലഭ്യത കുറഞ്ഞത് മൂലം 33 കേന്ദ്രങ്ങളിലായിട്ട് ഈ സൗകര്യം സജ്ജമാക്കി. രാജസ്ഥാനിലും ഡൽഹി, മുംബൈ എന്നീ നഗരങ്ങളിലും ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ATM ആരംഭിച്ച സ്ഥലം ഏതാണ്? കർണാടകത്തിലെ കനകപുരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ജലമലിനീകരണം. ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ് ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്നത്. അപ്പോൾ ജലമലിനീകരണമാകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. പിന്നെന്താണ് ജലസംരക്ഷണം? ജലം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? നമുക്കറിയാം എന്താണ് ജലം, ശുദ്ധവെള്ളം അല്ലെ, മഴവെള്ളം ശേഖരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എന്താണ് വെള്ളപ്പൊക്കം. നമുക്കറിയാം മണ്ണാണ് ഏറ്റവും വലിയ ജലസംഭരണി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മഴവെള്ളം മാക്സിമം വീഴുന്ന സ്ഥലത്ത് തന്നെ താഴാൻ അനുവദിക്കുക, അത് തന്നെയാണ് ജലസംരക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ? നമുക്കറിയാം മഴവെള്ളം മണ്ണിലോട്ടാണ് വീഴുന്നത്, ആ മണ്ണിൽ തന്നെ ആ മഴവെള്ളം വീഴുന്ന സ്ഥലത്ത് തന്നെ താഴാനായിട്ട് അനുവദിക്കുന്നതാണ് ജലസംരക്ഷണത്തിലെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഇനി മഴവെള്ളം ശേഖരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കുക. അതായത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ് അല്ലേ? കേരള ജോഗ്രഫി പഠിച്ചതാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ചെരിഞ്ഞാണ് കേരളത്തിൻ്റെ കിടപ്പ്. ലഭിക്കുന്ന മഴയുടെ 70% ഇതുമൂലം വളരെ വേഗം കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. ഈ മഴവെള്ളത്തെ മണ്ണിൽ താഴ്ത്താൻ പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളായിരുന്നു വനങ്ങൾ, കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കാവുകൾ എന്നിവ. എന്നാൽ മനുഷ്യൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ മൂലം ഈ സ്വാഭാവിക സംവിധാനങ്ങൾ ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മഴവെള്ള സംഭരണത്തിനുള്ള സാഹചര്യം ഒരുക്കാൻ നാം ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മഴവെള്ളം സംഭരിക്കുന്നത്? മേൽക്കൂര മഴവെള്ള സംഭരണം, ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം, ഇങ്ങനെ 2 രീതിയിലാണ് മഴവെള്ള സംഭരണം നടത്തുന്നത്. ഓക്കെ, മേൽക്കൂര മഴവെള്ള സംഭരണവും ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണവും. മേൽക്കൂര മഴവെള്ള സംഭരണം എന്ന് വെച്ചാൽ എന്താണ്? മേൽക്കൂര മഴവെള്ള സംഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണികളിൽ ശേഖരിക്കുകയോ ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് ഭൂഗർഭ ജലവിധാനം ഉയർത്തുകയോ ചെയ്യുക, അതിനെയാണ് മേൽക്കൂര മഴവെള്ള സംഭരണം എന്ന് പറയുക. ഓക്കെ, നമ്മുടെ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളത്തെ എന്ത് ചെയ്യുക? സംഭരണികളിൽ ശേഖരിക്കുക, പിന്നീട് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് ഭൂഗർഭ ജലവിധാനം ഉയർത്തുക, അതാണ് മേൽക്കൂര മഴവെള്ള സംഭരണം. ഇനി ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും ഉപയോഗിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുക? ഉപരിതലത്തിലൂടെ ഉപരിതല ജലം അല്ലേ, അതിന് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടു വളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലോട്ട് താഴ്ത്താനും ശേഖരിക്കാനും. ഓക്കെ, മണ്ണിനടിയിലോട്ട് മഴവെള്ളത്തെ താഴ്ത്താനും ശേഖരിക്കാനും വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണങ്ങൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. ഇനി വെള്ളത്തിൻ്റെ പുനഃചംക്രമണം. അടുക്കളയിലെ ഉപയോഗത്തിന് ശേഷം പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം അടുക്കളത്തോട്ടത്തിലെ വിളകൾ നനയ്ക്കാൻ ഉപയോഗിക്കാം. ഇത്തരം പ്രവർത്തനങ്ങളുടെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം അല്ലേ? കുടിവെള്ളം ഉപയോഗിച്ച് ചെടികൾ നനയ്ക്കുന്നത് ഒഴിവാക്കാം. നമ്മൾ വേസ്റ്റായിട്ട് വരുന്ന വെള്ളത്തിനെയൊക്കെ എന്ത് ചെയ്യുക? ചെടികളിലോട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുടിവെള്ളം നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഭൂമിയിലെ ജലം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ 4 ചാപ്റ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞു.